ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം ഞാനിപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഏതൊക്കെ ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് എന്ന് കൂടെ പറയാം. ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് ടു ദ വോൾട്ടേജ് അക്രോസ് എ സെനർ ഡയോഡ് ഇൻ ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പോൾ യൂഷ്വലി നമുക്ക് സെനർ ഡയോഡിനെ പറ്റിയൊക്കെ നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ്. ഇത്ര നാളും പ്രധാനമായിട്ടും ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, സെനർ ഡയോഡ് എന്ത് ആപ്ലിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സെനർ ഡയോഡ് എന്ത് ആപ്ലിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. എന്തിനാണ് പ്രധാനമായിട്ടും നമ്മൾ സെനർ ഡയോഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയാണ്, അല്ലെ? വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി നമ്മൾ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സെനർ ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യാനുള്ളത് SCRന്റെ ഗേറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി. ഗേറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചില സാഹചര്യത്തിൽ ചില ഓപ്ഷൻസ് ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമായിരിക്കും നമുക്ക് എപ്പോഴും ചോദിക്കുന്നത്. സെനർ ഡയോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? റിവേഴ്സ് ബയാസിലായിരിക്കും, ഫോർവേഡ് ബയാസിലായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പം അതിന്റെ VA എങ്ങനെയാണെന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നടക്കുന്ന എപ്പോഴാണെന്നൊക്കെ നിങ്ങൾ അതിന്റെ VA കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോ ചോദ്യം വന്ന്, വാട്ട് ഹാപ്പൻസ് ടു ദ വോൾട്ടേജ് അക്രോസ് എ സെനർ ഡയോഡ് ഇൻ ബ്രേക്ക് ഡൗൺ റീജിയൻ. ബ്രേക്ക് ഡൗൺ റീജിയനിൽ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ എങ്ങനെയാണ് സെനർ ഡയോഡ് ആക്ട് ചെയ്യുന്നത്, വോൾട്ടേജ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ചോദ്യം. റാപ്പിഡ്ലി ഇൻക്രീസ് റാപ്പിഡ്ലി, റിമെയിൻസ് കോൺസ്റ്റന്റ്, ഡ്രോപ്പ് ടു സീറോ, ബിക്കംസ് AC. നമുക്കപ്പോ VA മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെ? എങ്ങനെയാണ് വന്നിരുന്നത്? ഇങ്ങനെയാണ് വന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്, അല്ലെ? അപ്പൊ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ ഇതാണ് നമ്മുടെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ വോൾട്ടേജ് VI. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ വോൾട്ടേജ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നാണ് നമ്മുടെ ചോദ്യം. റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, റിമെയിൻസ് കോൺസ്റ്റന്റ്, ആ ഒരു കണ്ടീഷനിൽ റിമെയിൻസ് കോൺസ്റ്റന്റ് നമുക്ക് പറയാം. കാരണം റാപ്പിഡ് ആയിട്ടുള്ള ഒരു കറന്റിന്റെ ഒരു ഇൻക്രിമെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് വേരിയേഷനിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വേരിയേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. ഒരു കണ്ടീഷൻ ആയിരിക്കും ആ ഒരു കണ്ടീഷനിൽ സെനർ ഡയോഡിന് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ ആക്ട് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്ന നില, കോൺസ്റ്റന്റ് വോൾട്ടേജിൽ ഒരു ഹൈ റൈസ് ഇൻ കറന്റ് ആയിരിക്കും ഒരു ബ്രേക്ക് ഡൗൺ റീജിയനിൽ ആക്ട് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻ ഓഫ് സെനർ ഡയോഡ് പഠിക്കുക, VI സെനർ ഡയോഡിന്റെ VI പഠിക്കുക. ഏത് കണ്ടീഷനിലാണ് സെനർ ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, റിവേഴ്സ് കണ്ടീഷനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യം മാത്രം. ഇത്ര 4 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് സെനർ ഡയോഡിൽ പഠിക്കാനുള്ളത്. വിച്ച് ഡയോഡ് ഓപ്പറേറ്റ്സ് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞാണ്, സെനർ ആണെന്ന് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിൽ നമ്മൾ ഏതാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. സെനർ ഉണ്ട്, ടണൽ ഉണ്ട്, വെറാക്ടേഴ്സ് ഉണ്ട്, ആൻഡ് LEDs ഉണ്ട്. സെനർ ഡയോഡിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ടണൽ ഡയോഡ് ആണ് ആൻസർ വരുന്നത്. ദെൻ എന്താണ് ഈ ടണൽ ഡയോഡ് എന്ന് പറയുന്നത്? നമുക്ക് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഡയോഡിനേക്കാളും, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണല്ലോ, കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു PN ജംഗ്ഷൻ ഡയോഡിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഡയോഡ്സ് ആണ് നമ്മുടെ ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ അതിന്റെ VI പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ടണൽ ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ടണൽ ഡയോഡ് ആണ്. ഒരു ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെറാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാർജ് സ്റ്റോറിങ് ഒരു ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമുക്ക് കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. LED എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടണൽ ഡയോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ടണൽ ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ടണലിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അപ്പൊ ആ കാര്യം കൺസ്ട്രക്ഷൻ
കൺസ്ട്രക്ഷനും അതിന്റെ ഓപ്പറേഷനും അതിന്റെ VI എല്ലാത്തിന്റെയും VI കൺസ്ട്രക്ഷനും വർക്കിങ്ങും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ടണൽ ഡയോഡ് ഈസ് മേഡ് അപ്പ് ഓഫ് ഏതായിരിക്കും ഏതാ ഒരു സിലിക്കൺ ആൻഡ് ഗാലിയം ആർസനൈഡ്, ജെർമേനിയം ആൻഡ് ഗാലിയം ആർസനൈഡ്, സിലിക്കൺ ആൻഡ് ജെർമേനിയം, സിലിക്കൺ ഓൺലി. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ജെർമേനിയം ആൻഡ് ഗാലിയം ആർസനൈഡ് ബി ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഡയോഡ് ആക്ട് ആസ് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കപ്പാസിറ്റർ? വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഏതാ? LED ആണ്. LED അല്ലേ? LED എന്ന് പറയുന്നത് ജസ്റ്റ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. ടണൽ ഡയോഡ് എന്ന് പറയുന്നതും അല്ല. ദെൻ വരാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ബേസിക്കലി എന്താണ്? ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിവേഴ്സ് കണ്ടീഷനിൽ ഇവൻ ഒരു കപ്പാസിറ്റീവ് നേച്ചർ എക്സിബിറ്റ് ചെയ്യും. കാരണം എങ്ങനെയാണ്? ഇവൻ റിവേഴ്സ് ബയാസിൽ ചെയ്യുമ്പോഴേക്കും ഇവൻ ചാർജിനെ ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കും റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ. യൂഷ്വലി അതുകൊണ്ട് തന്നെ ഇവൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ വരുമ്പോഴേക്കും ഇവൻ ചാർജുകളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു കപ്പാസിറ്റീവ് ഒരു നേച്ചർ അവിടെ എക്സിബിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡയോഡ് ആക്ട് ആസ് എ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കപ്പാസിറ്റർ എന്ന് പറയുന്ന വെരാക്ടേഴ്സ് ആണ് നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഡി പിന്നെ സെന്റർ ഓൾറെഡി പറഞ്ഞല്ലോ. വെരാക്ടേഴ്സ് ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കപ്പാസിറ്റർ ആണ്. സിമ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഡയോഡ് പോലെ വന്നിട്ട് ഒരു കപ്പാസിറ്റൻസിനെ പോലെ സിമ്പിൾ വരുന്നതാണ്. സിമ്പിൾ പഠിച്ചു വെക്കുക. അതിന്റെ ഓപ്പറേഷൻ VI ഒന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം ഓർത്ത് വെക്കുക. ഞാൻ അധികം ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല PSC-യിൽ. അപ്പൊ ഓർത്ത് വെക്കുക. ഇൻ സെനർ ഡയോഡ് PSC അല്ല, ISROടെ ആണല്ലോ അല്ലെ? ഓക്കെ. ഇൻ സെനർ ഡയോഡ് ദ റിവേഴ്സ് കറന്റ് ഇൻക്രീസ് റാപ്പിഡ്ലി ഡ്യൂ ടു. സെനർ ഡയോഡില് റിവേഴ്സ് കറന്റ് ഇൻക്രീസ് റാപ്പിഡ്ലി ഡ്യൂ ടു എന്താണ്? തെർമൽ ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് എഫക്ട്, ടണലിംഗ്, ഡിക്രീസ് ഇൻ സെനർ ഇംപിഡൻസ്. കറണ്ട് സ്വാഭാവികമായിട്ടും ഹെവി ഫ്ലോ ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? അവിടെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും, അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് ജനറേറ്റ് ചെയ്ത് വരും. ദാറ്റ് മീൻസ് അവിടെ ഡിക്രീസ് ഇൻ സെനർ ഇംപിഡൻസ്. നമുക്ക് റിവേഴ്സ് കണ്ടീഷൻ വരുമ്പോഴേക്കും ഒരു പോയിന്റ് വരുമ്പോഴേക്കും അവിടെ നിന്ന് സംഭവിക്കുന്ന അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക, അവിടെ ഒരു ഈസി പാത്ത് ജനറേറ്റ് ആയി വരികയും ചെയ്യും അല്ലെ? അങ്ങനെയാകുമ്പോഴേക്കും ഡിക്രീസ് ഇൻ സെനർ ഇംപിഡൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ഡിക്രീസ് ഇൻ ഇംപിഡൻസ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ലോ ഇംപിഡൻസ് പാത്ത് എമേർജ് ചെയ്ത് വരികയും അവിടെ ഒരു കറണ്ടിന്റെ ഫ്ലോ നിൽക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഡിക്രീസ് ഇൻ സെനർ ഇംപിഡൻസ് പറയാൻ സാധിക്കും റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ കാരണമായിട്ട്. വിച്ച് റീജിയൻ ഓഫ് ടണൽ ഡയോഡ് എക്സിബിറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ്? എഗെയിൻ ഞാൻ പറഞ്ഞു ടണൽ ഡയോഡിന്റെ ഒരു VI നിന്നുള്ള ചോദ്യമാണ്. ടണൽ ഡയോഡിന്റെ VI എങ്ങനെയാണ് വരുന്നുണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു? ഇങ്ങനെ വന്ന് ഒരു പീക്ക് പോയിന്റ് എത്തുന്നു. ദെൻ ഇത് നമ്മുടെ നോർമൽ കണ്ടീഷൻ, ഒരു പീക്ക് പോയിന്റിൽ എത്തുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മുടെ ഡയോഡ് ഒരു പ്രത്യേക നേച്ചർ, ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് അല്ലെ, ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യാണ്. അപ്പം സംഭവിക്കും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിക്രീസ് ആയിട്ട് വരും ഒരു സർട്ടൻ പോയിന്റ് വരെ അവൻ കറണ്ട് ഡിക്രീസ് ആയി വരും. അതിനുശേഷം എന്താ സംഭവിക്കുക? ആ ഒരു റീജിയൻ കഴിയുമ്പോഴേക്കും ഒരു നോർമൽ ഡയോഡായിട്ട് ഇവൻ ആക്റ്റീവ്. ഇതായിരുന്നു നമ്മുടെ ഒരു ടണൽ ഡയോഡിന്റെ ഒരു VI ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യം ഒരു ഇനീഷ്യൽ റൈസ് ഉണ്ടാവും, ഒരു പീക്ക് പോയിന്റ് എത്തും. അതിനുശേഷം ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട്. ആ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ഡിക്രീസ് ചെയ്യും. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യും. അത് ആ ഒരു കണ്ടീഷൻ അപ് ടു ഏത് പോയിന്റ് വരെ? ചോദ്യം വരുന്നത് വിച്ച് റീജിയൻ ഓഫ് ദ ടണൽ ഡയോഡ് എക്സിബിറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ്? നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന റീജിയൻ അപ് ടു പീക്ക് ടു വാല്യൂ വോൾട്ടേജ്. പീക്ക് ടു വാല്യൂ, ഇതാണ് നമ്മുടെ പീക്ക് ടു വാല്യൂ വോൾട്ടേജ്. ഈ ഒരു റീജിയനിലാണ് നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു വാല്യൂ പോയിന്റ് ശേഷം എങ്ങനെയാ? ഒരു നോർമൽ ഡയോഡ് ആക്ട് ചെയ്യുന്ന പോലെ ഇവൻ ആക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ വരുന്നത് സി ആണ്. പീക്ക് ടു വാല്യൂ വോൾട്ടേജിലാണ് നമ്മുടെ ടണൽ ഡയോഡ് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി ഒരു റൈസ് ഉണ്ടാവും.
ടിൽ പീക്ക് പോയിന്റ്. ആ പീക്ക് പോയിന്റിന് ശേഷം ഒരു റിഡക്ഷൻ ഉണ്ടാവും, ഒരു ഡ്രോപ്പ് ഉണ്ടാവും കറണ്ടിന് അപ് ടു എവിടെ വരെയാണ്? വാലിഡ് പോയിന്റ് വരെ. ആഫ്റ്റർ ദാറ്റ് ആ വാലിഡ് പോയിന്റിന് ശേഷം വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും അവൻ നോർമൽ ആയിട്ടുള്ള ഒരു ഡയോഡിന്റെ ഒരു കണ്ടക്ഷൻ പാത്ത് പോലെ എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, ഓരോ പോയിന്റ് മനസ്സിലാക്കുക. ഇത് പീക്ക് പോയിന്റ് ആണ്, ഇത് എന്ന് പറയുന്നത് വാലിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിലുള്ള പോയിന്റിനെയാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കുന്നത്. അതായത് മീൻസ് കറണ്ടും വോൾട്ടേജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയി. കറണ്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിക്രീസ് ആയിട്ട് വരും. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. ടണൽ ഡയോഡ് ഷോസ് മാക്സിമം ടണലിംഗ് കറണ്ട് അറ്റ് പീക്ക് വോൾട്ടേജ്. നമ്മൾ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, പീക്ക് വോൾട്ടേജ് ടൈമിലാണ് മാക്സിമം കറണ്ട് കാണിക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് എ ഫിൽട്ടർ ഇൻ റെക്ടിഫയേഴ്സ്? ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ഫിൽറ്റേഴ്സിനെ പറ്റി പറഞ്ഞോ ഇല്ല എനിക്ക് ഓർമ്മയില്ല. ബേസിക്കലി എന്തിനായിരുന്നു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നാണ് ഓർമ്മ. അഗൈൻ നമുക്ക് പറയാം. ഫിൽറ്റേഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കിപ്പോ റെക്ടിഫയേഴ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് എ സി റെക്ടിഫയേഴ്സ് ബേസിക്കലി നമുക്ക് ഒരു പവർ ഇലക്ട്രോണിക്സിനെ പറ്റി പറയുമ്പോൾ 4 ടൈപ്പ് ഓഫ് കൺവേർട്ടേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? എ സി ടു ഡി സി. എ സി ടു ഡി സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റെക്ടിഫയർ യൂസ് ചെയ്യുന്നു. ഡി സി ടു ഡി സി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ചോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കൺവേർട്ടർ, ചോപ്പർ എന്ന് പറയുന്ന കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. ദെൻ ഡി സി ടു എ സി ഏതാണ് കൺവേർഷൻ വരുന്നത്? ഇൻവേർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇൻവേർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ എ സി ടു എ സി ഏതാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സൈക്ലോ കൺവേർട്ടേഴ്സ് ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് 4 ടൈപ്പ് ഓഫ് കൺവേർട്ടേഴ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. എ സി, ഡി സി, ഡി സി, എ സി. AC to DC rectifiers, DC to DC choppers, and DC to AC inverters, and AC to AC cyclo converters and voltage converters. അപ്പൊ ഇന്നത്തെ ഒരു ചോദ്യം വരുന്നത്, ഈ ചോപ്പർ എന്തിനാണ് ഡി സി ടു ഡി സി എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. എന്താണ്? കാരണം ഡി സി ടു ഡി സി ആണല്ലോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഡി സി ടു ഡി സി മീൻസ് സ്റ്റഡി ഡി സി ടു വേരിയബിൾ ഡി സി. ഓക്കെ, ഒരു സ്റ്റഡി ഡി സിനെ ഒരു വേരിയബിൾ ഡി സി ആക്കാൻ വേണ്ടിയാണ് ചോപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡി സിയിൽ നിന്ന് ഒരു വേരിയബിൾ ഡി സി മേക്ക് ചെയ്യാൻ വേണ്ടി ചോപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇൻവെർട്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡി സിയിൽ നിന്ന് എ സി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എ സി ടു എ സി കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈക്ലോൺ കൺവേർട്ടേഴ്സ് ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് കൺവേർട്ടേഴ്സും ഉണ്ട്. സൈക്ലോൺ കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്രീക്വൻസി, ഒരു സർട്ടൺ ഫ്രീക്വൻസിനെ ഒരു വേരിയബിൾ മറ്റൊരു ഫ്രീക്വൻസി റേഞ്ചിലോട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൈക്ലോ കൺവേർട്ടേഴ്സ്. ഒരു ഫ്രീക്വൻസി കൺവേർട്ടറാണ് സൈക്ലോ കൺവേർട്ടേഴ്സിലോട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രീക്വൻസിനെ വേരി ചെയ്യിക്കാൻ വേണ്ടിയാണ് സൈക്ലോ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടിയാണ് നമുക്ക് ഈ വോൾട്ടേജ് കൺവേർട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു സർട്ടൺ ഇങ്ങനെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരാണ്ട് ഒരു വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വോൾട്ടേജ് കൺവേർട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 4 കൺവേർട്ടേഴ്സ് എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. റെക്ടിഫയർ, ചോപ്പർ, ഇൻവേർട്ടേഴ്സ്, സൈക്ലോ കൺവേർട്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഇതിന്റെ എല്ലാം എൻഡിൽ നമുക്ക് ഒരു പ്യുവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി, അതായത് നോയ്സ് എല്ലാം കുറഞ്ഞ് ഒരു പ്യുവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെ? അതിനു വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിൽറ്റേഴ്സിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫിൽറ്റേഴ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും വെച്ചിട്ടാണ്. അതിന്റെ രണ്ടിന്റെയും ഇൻഹറന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സ് റിയലൈസ് ചെയ്യുന്നത്. എൽ എന്ന് പറയുന്നത് സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും. ട്രാൻസിയൻസിനെ, അതായത് ട്രാൻസിയൻ കണ്ടീഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും, അല്ലെങ്കിൽ സപ്രസ് ചെയ്യാനൊക്കെ നമുക്ക് ഫിൽറ്റേഴ്സ് കൊണ്ട് നമുക്ക് ഇൻഡക്ടേഴ്സ് കൊണ്ട് പറ്റും. ട്രാൻസിയൻ കണ്ടീഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻഡക്ടേഴ്സ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കറണ്ട് സർജിനെയൊക്കെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻഡക്ടേഴ്സിനെ കൊണ്ട് പറ്റും. കപ്പാസിറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി, ഒരു എ സി കണ്ടന്റിനെയൊക്കെ ഒന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവന്മാരുടെ ഒരു കോമ്പിനേഷൻ, എല്ലിന്റെയും സിന്റെയും ഒരു കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു, സപ്പോസ് ഒരു ഡി സി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു റെക്ടിഫയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പ്യുവർ ഡി സിയിലോട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു ഡി സി ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഗ്ലിച്ചസ് ഒന്നും ഇല്ലാതെ ഒരു പ്യുവർ വേരിയബിൾ ഡി സി അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് സ്വിച്ചിങ്ങിന്റെ കുറെ ലോസസും അല്ലെങ്കിൽ സ്വിച്ചിങ്ങിന്റെ കുറച്ച് ട്രാൻസിയൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസിയൻസിനെയൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇൻവെർട്ടേഴ്സ് എഗെയിൻ പവർ കൺവേർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ സൈക്ലോ കൺവേർട്ടേഴ്സിലും പവർ സ്വിച്ചസ് ഈ സ്വിച്ചിങ് കമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ പല ഈ ഗ്ലിച്ചസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഈ ഫിൽറ്റേഴ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ചോദ്യം വരുന്നത്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ ഫിൽറ്റർ ഇൻ എ റെക്ടിഫയറിലെ ആണ് ചോദ്യം. കൺവേർട്ട് AC ടു DC അല്ല, റെഡ്യൂസ് റിപ്പിൾ, ആംപ്ലിഫൈ സിഗ്നൽ, ഇൻക്രീസ് ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഓപ്ഷൻ പറയാൻ പറ്റുന്നത് റെഡ്യൂസ് റിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ആ റിപ്പിളിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. കൺവേർട്ട് AC ടു DC അല്ല, ആംപ്ലിഫൈ സിഗ്നൽ അല്ല, ഇൻക്രീസ് ഫ്രീക്വൻസി അല്ല. Capacitor filters are placed after the regulator, before the diode, parallel to the load, in series with the input. എംപ്ലായിരിക്കും പാരലൽ ടു ദ ലോഡ് ആണ്, അല്ലെ. നമ്മൾ റിപ്പിൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞ ഫിൽറ്റേഴ്സ്. അപ്പോൾ കപ്പാസിറ്റർ വെക്കുന്ന പാരലൽ ആയിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. ഓക്കെ, പാരലൽ ആയിട്ടാണ് നമ്മൾ കപ്പാസിറ്റേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും. കാരണം അത് AC കണ്ടന്റ് അല്ല, ഈ കപ്പാസിറ്റർ വഴി ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് എപ്പോഴും മിച്ചം വരുന്ന കമ്പോണന്റുകൾ മാത്രമേ നമ്മുടെ ലോഡിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ബി കണക്ടിങ് ഇൻ പാരലൽ ടു ദ ലോഡ്. Ripple factor is minimum for half wave rectifier, full wave rectifier, bridge rectifier with the filter, and tablet rectifier. എനിക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ റെക്ടിഫയർ ഡിഫൈൻ ചെയ്തപ്പോൾ ടാബ്ലർ കോളത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അല്ലെ. ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് ഫിൽറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. Which filter uses both inductor and capacitor? LC filter അറിയാലോ. In capacitor filter, ripple voltage is sinusoidal, triangular, sawtooth and constant. എങ്ങനെയായിരിക്കും റിപ്പിൾ വോൾട്ടേജ് എന്ന് പറയുന്നത്? ഇൻ കപ്പാസിറ്റർ ഫിൽറ്റർ റിപ്പിൾ വോൾട്ടേജ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഫിൽറ്റർ ആണ്. കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കപ്പാസിറ്ററിന്റെ ആക്ഷൻ ആണ് അവിടെ വരുന്നത്. അതായത് കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആക്ഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്, അല്ലെ. കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് എന്താ? ചാർജിങ് ഡിസ്ചാർജിങ്, അല്ലെ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ. ദാറ്റ് മീൻസ് ഇത് എന്ന് പറയുന്നത് ഏത് വരച്ചതിന്റെയാണ് ശരിക്കും ഒരു സോട്ടൂത്തിന്റെ രീതിയിൽ, സോട്ടൂത്ത് സിഗ്നലിന്റെ ഒരു ഫിഗർ മേക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ കപ്പാസിറ്ററിന്റെ റിപ്പിൾ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സോട്ടൂത്ത് നേച്ചറിലായിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഒരു കപ്പാസിറ്ററിലെ റിപ്പിൾ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സോട്ടൂത്ത് നേച്ചറിലായിരിക്കും മനസ്സിലാക്കുക. ഓക്കെ, സോട്ടൂത്ത് ആണ് ഓപ്ഷൻ വരുന്നത്. The efficiency of a filter circuit depends upon load resistance, filter components, transformer, rectifier type. Definitely filter components ഈ പറയുന്ന എല്ലിന്റെയും സിന്റെയും പ്രോപ്പർ ഡിസൈനിങ്ങിലോട് കൂടി, അതായത് മാക്സിമം എത്ര റിപ്പിൾ ആണ് നമുക്ക് വേണ്ടത്. യൂഷ്വലി 10% ഒക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ. അപ്പോ 10% ഇക്വേഷൻ ഒക്കെ, അതായത് ഒരു സപ്പോസ് ഒരു സിഗ്നലിൽ ഒരു സർക്യൂട്ടിൽ 10% വരെ നമുക്ക് മാക്സിമം അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ആ മാക്സിമം അക്സെപ്റ്റബിൾ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഫിൽറ്റേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ISR ഉള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ ISRയുടെ കേസ് പറയുകയാണെങ്കിൽ അവരുടെ സൈറ്റിൽ തന്നെ കിടക്കുന്നത് റിപ്പിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ പാരാമീറ്റർ എന്നൊക്കെ പറയുന്നത് 2%, 3% എന്നൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 2%, 3% എന്നൊക്കെ പറയുന്ന ഔട്ട്പുട്ട് റിപ്പിൾ കണ്ടന്റിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്ന ആ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ഈ പറയുന്ന ഫിൽറ്റർ കമ്പോണൻസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ വിൽ ബി ഫിൽറ്റർ കമ്പോണൻസ്. ഇൻഡക്ടർ ഓഫേഴ്സ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ടു AC, ലോ റെസിസ്റ്റൻസ് ടു AC, നോ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ടു DC. എന്താണ് ഇൻഡക്ടർ വരുന്നത്? ഹൈ റെസിസ്റ്റൻസ് ടു AC ആണ് നമുക്ക് ഇൻഡക്ടറിന്റെ ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ. ഹൈ റെസിസ്റ്റൻസ് ടു AC. What is the primary drawback of a capacitor filter? എന്തായിരിക്കും ഒരു പ്രൈമറി ഡ്രോബാക്ക് എന്ന് പറയുന്നത്? ബൾക്കി, ഇൻഎഫക്റ്റീവ്, പുവർ റെഗുലേഷൻ, എക്സ്പെൻസീവ്. അത് ബൾക്കി ഒരു വലിയ സർക്യൂട്ടൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ബൾക്കി എന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരി അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പുവർ റെഗുലേഷൻ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ഒരു കപ്പാസിറ്ററിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുക. കുറച്ചൊരു പുവർ റെഗുലേഷൻ ആയിരിക്കും ഈ കപ്പാസിറ്റർ ഫിൽറ്റർ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ വെക്കുന്നത്. കാരണം ഔട്ട്പുട്ടിൽ ചില ഡ്രോപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കപ്പാസിറ്റർ നമ്മൾ പാരലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ കപ്പാസിറ്റർ ഫിൽറ്റർ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ റെഗുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഹൈ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഒരു പുവർ റെഗുലേഷൻ ആണ് കപ്പാസിറ്ററിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്.
LC filter provides high output resistance, minimum ripple, no voltage regulation, poor DC output. എന്തായിരിക്കും LC ഫിൽറ്ററാണ് എപ്പോഴും ഐഡിയ എന്ന് പറയുന്നത്, കാരണം മിനിമം റിപ്പിൾ ആയിരിക്കും ഉണ്ടാവുക. എല്ലും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റെഗുലേഷൻ, നല്ലൊരു ഒരു ഫിൽറ്ററിംഗ് ആക്ഷൻ LC ഫിൽറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. Chalk input filters are used in chalk input എന്ന് പറയുന്നത് high voltage is required, low current is done, constant load current is needed, minimal space is available. Chalk input filters നമുക്ക് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ലോഡ് കറണ്ട് വേണ്ടി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഹൈ വോൾട്ടേജ് റിക്വേർഡ് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോഡ് കറണ്ട് വേണ്ടി വരുമ്പോൾ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫിൽറ്ററിങ്ങും യാതൊരു റിപ്പിൾ കണ്ടന്റും ഇല്ലാതെ നല്ല ഗുഡ് റെഗുലേഷനും കൂടി വേണ്ടി വരുമ്പോഴാണ് നമ്മൾ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റേഴ്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. അതായത് പ്രോപ്പർ റെഗുലേഷനും പ്രോപ്പർ റിപ്പിൾ സപ്രഷനും വേണ്ടി വരുമ്പോഴാണ് നമ്മൾ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷൻ പറയാം സി ആണ്, കോൺസ്റ്റന്റ് ലോഡ് കറന്റ് ഈസ് നീഡഡ്. സി ആണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സി ആണ് ഓപ്ഷൻ വരുന്നത്. The ripple factor of a chalk input filter increase, decrease. അത് ബെറ്റർ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഡിക്രീസ് തന്നെ ആയിരിക്കും വരിക. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് റിപ്പിൾ കുറയും. ഹൈ വാല്യൂ ഓഫ് എൽ ഇൻ LC ഫിൽറ്റർ increase ripple, decreases load current, reduce ripple, has no effect. ഇൻക്രീസ് റിപ്പിൾ അല്ല, ഒരിക്കലും അല്ല. ഡിക്രീസ് ലോഡ് കറണ്ടും അല്ല, റെഡ്യൂസ് റിപ്പിൾ. സ്വാഭാവികം അതിന്റെ ബെനിഫിറ്റ് അത് തന്നെയാണ്, റെഡ്യൂസ് റിപ്പിൾ. സി ആണ് ഓപ്ഷൻ വരുന്നത്. ഡയോഡിനെ പറ്റി കുറച്ച് കാര്യം നോക്കാം. എ ഫോർവേഡ് ബയാസ് PN ജംഗ്ഷൻ ബിഹേവ്സ് ലൈക്ക്. PN ജംഗ്ഷന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കണം, അതിന്റെ വർക്കിംഗ് നിങ്ങൾ നോക്കണം, അതിന്റെ VIK നിങ്ങൾ നോക്കണം. അപ്പോൾ ഫോർവേഡ് ബയസ് ബിഹേവ്സ് ലൈക്ക് ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ എങ്ങനെയൊക്കെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ആക്ട് ചെയ്യുന്നത് VIK നമുക്കറിയാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി പോകും അല്ലെ. എങ്ങനെയാണ് സംഭവം? VM IM. ഫോർവേഡ് ബയാസിൽ എങ്ങനെയായിരിക്കും? ഒരു റൈസ് ഇൻ കറണ്ട് ആണ് അല്ലെ, ഒരു ഹെവി കറണ്ട് ഫ്ലോ ആണ് അവൻ എക്സിബിറ്റ് ചെയ്യുന്നത്. ആ റൈസ് ഇൻ കറണ്ട് മീൻസ് എന്താണ് സംഭവിക്കുക? ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ആണ് അല്ലെ. ആ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട് ആണ് വരുന്നത്. സഡൻ ഇൻക്രീസ് ഇൻ കറണ്ടിന് കാരണം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സഡൻ റൈസ് ഇൻ കറണ്ട് വരുന്നത്. അതുകൊണ്ട് PN ജംഗ്ഷൻ ഫോർവേഡ് കണ്ടീഷനിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ആണെന്ന്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ബിഹേവിയർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓപ്പൺ സർക്യൂട്ട് മീൻസ് എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ് ഒരിക്കലും ഒരു കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്ത ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കുമോ? അല്ല, കാരണം ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കും. ഷോർട്ട് സർക്യൂട്ട് ആണ്, കപ്പാസിറ്റി ഇല്ല. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ PN ജംഗ്ഷനിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും അവിടെ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ എമേർജ് ചെയ്യുകയും ഒരു ഹെവി കറണ്ട് ഫ്ലോ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. സെന്റർ ഡയോഡ് ഈസ് നേരത്തെ പറഞ്ഞത്. സെന്റർ ഡയോഡ് എന്ന് പറയുന്ന ആംപ്ലിഫയർ, വോൾട്ടേജ് റെഗുലേറ്റർ, ഓസിലേറ്റർ ആൻഡ് ഫിൽറ്റർ. ബെറ്റർ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആയിട്ടാണ് എപ്പോഴും സെന്റർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. സെന്റർ ഡയോഡ് ഏറ്റവും മെജോറിറ്റി യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് മെജോറിറ്റി ആക്ട് ചെയ്യുന്നത്. ദെൻ പിന്നെ പ്രൊട്ടക്റ്റീവ് സർക്യൂട്ടിൽ ഞാൻ ഈ പറയുന്ന പോലെ ഗേറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി, SCRന്റെ ഒക്കെ ഗേറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് സെന്റർ ഡയോഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ആന്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സെന്റർ ഡയോഡ് SCRന്റെ ഗേറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. NPN ട്രാൻസിസ്റ്റർ ഹാസ് ട്രാൻസിസ്റ്റർ ഹാസ് 2N layer, 1N layer, 3N layer, no N layer. അറിയാമല്ലോ, ഓപ്ഷൻ എ 2N layers ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ NPN ട്രാൻസിസ്റ്റർ പേരിൽ തന്നെയുള്ള 2N layer എ ആണ് ഓപ്ഷൻ വരുന്നത്. ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ ആക്ട്സ് ലൈക്ക്. നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നല്ലോ നേരത്തെ പറഞ്ഞ എത്ര ലെയേഴ്സ് കാണും. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് എത്ര റീജിയൻസ് ആണുള്ളത്? ഒന്ന് സാച്ചുറേഷൻ റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ. 3 ടൈപ്പ് ഓഫ് റീജിയൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങിന് ഉള്ളത് അല്ലെ. അപ്പോ ഈ
ഓരോ റീജിയനും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ സാച്ചുറേഷൻ റീജിയൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സപ്പോസ് നമുക്കിപ്പോ ഒരു കോമൺ ബേസ് പറയാം. കോമൺ ബേസ് പറയുകയാണെങ്കിൽ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ട് ജംഗ്ഷൻസും ഫോർവേഡ് ബയാസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതെന്ത് ഓപ്പറേഷൻ ആയിരിക്കും? സാച്ചുറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ആക്റ്റീവ് റീജിയൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആക്റ്റീവ് റീജിയൻ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഒരു റീജിയൻ ഫോർവേഡ് ബയാസും ഔട്ട്പുട്ട് റീജിയൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ്, അതായത് ഒരെണ്ണം ഫോർവേഡും ഒരെണ്ണം റിവേഴ്സും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് റീജിയൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് എന്താ? രണ്ട് ജംഗ്ഷൻസും റിവേഴ്സ് ബയാസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കട്ട് ഓഫ് റീജിയൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ പ്രധാനമായിട്ട് പിന്നെ ഇൻവേഴ്സ് ആക്റ്റീവ് റീജിയൻ എന്നൊക്കെ ഉണ്ട്. നേരെ മറിച്ച് ഒരു റീജിയൻ റിവേഴ്സ് ഇനീഷ്യൽ റീജിയൻ ഇൻപുട്ട് റീജിയൻ റിവേഴ്സ് ബയാസിലും ദെൻ ഔട്ട്പുട്ട് റീജിയൻ ഫോർവേഡ് ബയാസ് ചെയ്യുകയാണെങ്കിൽ ഇൻവേഴ്സ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയൻ, അതായത് ബോത്ത് ജംഗ്ഷൻസ് ഫോർവേഡ് ബയാസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ റീജിയൻ, ആൻഡ് വൺ ഈസ് ഫോർവേഡ് ആൻഡ് അതർ ഈസ് റിവേഴ്സ്ഡ് ആണെങ്കിൽ ആക്റ്റീവ് റീജിയൻ എന്നും, ബോത്ത് റീജിയൻസ് റിവേഴ്സ് ബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ഓഫ് റീജിയൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഈ മൂന്ന് റീജിയൻസ് ആണുള്ളത്. ആൻഡ് ഇൻ ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ ആക്ട്സ് ലൈക്ക് ഡാഷ്, ഒരു ഓൺ ആയിട്ടിരിക്കുന്ന സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൺ ആയിട്ടിരിക്കുന്ന സ്വിച്ച് ആയിരിക്കും അവൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ബ്രേക്ക് ഡൗൺ ഇൻ ഡയോഡ് ഡ്യൂ ടു ഹൈ റിവേഴ്സ് വോൾട്ടേജ് ഈസ് breakdown in diode due to high reverse voltage is Zenerella, avalanche, forward and capacity. അത് നമുക്ക് പറയാൻ പറ്റുന്ന avalanche എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. avalanche breakdown നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, avalanche നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഹെവി റിവേഴ്സ് വരുമ്പോഴേക്കുള്ള ബ്രേക്ക് ഡൗൺ നമുക്ക് avalanche എന്നാണ് വിളിക്കാൻ സാധിക്കുന്നത്. ആ സ്ട്രെസ് ഇവന് താങ്ങാൻ പറ്റാതെ അവരൊരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കോൺഫിഗറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ട്രാൻസിസ്റ്ററിന്റെ തന്നെ കോൺഫിഗറേഷനിലേക്ക് നേരത്തെ പറഞ്ഞു, ഒരു റീജിയൻ സാച്ചുറേഷൻ റീജിയൻ അത് ഇതൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. 3 കോൺഫിഗറേഷൻ ആണുള്ളത്. അതിൽ ടാബ്ലറ്റ് കോളം, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, കറണ്ട് ഗെയിന്, വോൾട്ടേജ് ഗെയിന്, അങ്ങനത്തെ ഉള്ള കുറെ ഫേസ് ഷിഫ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ടാബ്ലറ്റ് കോളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കാരണം ഈ കോൺഫിഗറേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ കുറെ എക്സാംസിൽ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ഐസറ പോലെയുള്ള അല്ലെങ്കിൽ RRB പോലുള്ള SSC പോലെയുള്ള എക്സാംസ്, അല്ലെങ്കിൽ ഈവൻ PSC പോലുള്ള എക്സാംസിനാണെങ്കിലും ഈ കോൺഫിഗറേഷൻ ബേസ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ആ ഒരു ടാബ്ലറ്റ് കോളം നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, ആ ഒരു ടാബ്ലറ്റ് കോളം ബേസ് നിങ്ങൾ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ടാബ്ലറ്റ് കോളം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ ചോദ്യം, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓഫേഴ്സ് high input resistance, high output resistance, high current gain, no gain. നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈ കറണ്ട് ഗെയിൻ. എനിക്ക് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസും എക്സിബിറ്റ് ചെയ്യുന്നതാണ് എന്റെ ഓർമ്മ. ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യും. സോ ബിയും സിയും പറയാൻ പറ്റുന്നതാണ് എന്റെ ഓർമ്മ. സോ ഹൈ കറണ്ട് ഗെയിൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൈ കറണ്ട് ഗെയിൻ ആണ്. ബട്ട് ബിയും സിയും, ബി ആൻഡ് സി എന്നത്തെ ആൻസർ വരും. ഓക്കെ, സോ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഹൈ കറണ്ട് ഗെയിൻ എക്സിബിറ്റ് ചെയ്യും എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്ന സർക്യൂട്ട് ഏതാണ്, കോൺഫിഗറേഷൻ ഏതാണ്? കളക്ടർ ആണ് അല്ലെ, കോമൺ കളക്ടർ ആണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്ന സംഭവം, ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ ഹൈ കറണ്ട് ഗെയിൻ ആണ് ഈ പറയുന്ന കോമൺ, ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ കറണ്ട് ഗെയിൻ ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടാബ്ലറ്റ് കോളം നിങ്ങൾ പ്രോപ്പറായിട്ട് റെഫർ ചെയ്യുക.